ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൂരെ ഇരിക്കുന്ന പിള്ളേരെല്ലാം എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങളിങ്ങനെ ആഘോഷിച്ച് പൊളിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുമ്പോ ഞങ്ങൾക്കും കൂടെ അതൊക്കെ ഒന്ന് കേൾക്കണ്ടേ? ശരിക്കും നിങ്ങളുടെ സന്തോഷം കാണുമ്പോൾ ഒരുപാട് ഞാനും നിങ്ങളുടെ ഏജിലേക്കൊക്കെ ഒന്ന് തിരിച്ചു പോവുകയാണ്. യുവത്വത്തിന്റെ ആഘോഷം, ഒരുപാട് സന്തോഷം. നിങ്ങൾ അടുത്തിരിക്കുന്ന ആൾക്കാരെയൊക്കെ ഒന്ന് നോക്കിക്കേ. സ്നേഹത്തോടെ ഒന്ന് കെട്ടിപ്പിടിച്ചേ. താമരശ്ശേരിയിലെ എൻ്റെ സ്വന്തം സഹോദരന്മാരെ, സഹോദരിമാരെ, എന്റെ കൊച്ചനിയന്മാരെ, കൊച്ചനിയത്തി വരെ, നിങ്ങളോട് ഒരു കാര്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇപ്പൊ നിങ്ങളുടെ അടുത്തിരിക്കുന്ന ഇടതും വലതുമായിരിക്കുന്ന ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലെ വളരെ നിർണായകമായ സ്വാധീനം ചെലുത്തുന്ന ഒരു വ്യക്തിയായിരിക്കും. ആ വ്യക്തി നന്നായാലേ നിങ്ങൾ നന്നാവൂ. ആ വ്യക്തി നന്നാവാൻ വേണ്ടി എല്ലാ ദിവസവും ആ വ്യക്തിക്കും അവന്റെ കുടുംബത്തിനും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. വേറെ വഴിയൊന്നുമില്ല. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ഇടതും വലതുമായിട്ട് ഇവിടെ ഏൽപ്പിച്ചു വെച്ചിരിക്കുക. ഈ കഴിഞ്ഞുപോയ ക്രിസ്മസിന്റെ സമയത്ത് എന്റെ പിള്ളേരും എന്നോട് ചോദിച്ചു, നമ്മൾ എന്തിനാ വീടിന്റെ മുകളിലൊക്കെ എപ്പോഴും സ്റ്റാർ ഇടുന്നത്? അപ്പൊ മൂത്ത പിള്ളേര് പറഞ്ഞു കൊടുക്കും, നമ്മുടെ വീട്ടിൽ ക്രിസ്തു ജനിച്ചു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അടിസ്ഥാനപരമായി നോക്കിയാൽ നമ്മൾ ഓരോ ക്രിസ്ത്യാനിയുടെയും തലയ്ക്ക് മുകളിൽ ഒരു സ്റ്റാർ ഉണ്ടാവണ്ടേ? ഒന്ന് നോക്കിയേ, അടുത്തിരിക്കുന്നവന്റെ തലയുടെ മുകളിലേക്ക് നോക്ക്. നമ്മുടെ തലയുടെ മുകളിൽ വിട്ടുകളെ. അടുത്തിരിക്കുന്ന ആളുടെ തലയുടെ മുകളിൽ സ്റ്റാർ ഉണ്ടെങ്കിൽ അവനാണ് ഒരു ക്രിസ്ത്യാനി. ക്രിസ്തുവിന്റെ ജീവിതം ക്രിസ്തു അനുകരണത്തിലൂടെ നമുക്ക് സ്വന്തമാകുവാൻ വേണ്ടിയാണ് നമ്മുടെ ഈ ചെറിയ പ്രായത്തിലൊക്കെ നമ്മൾ KCYM-ന്റെ ഒക്കെ ധീര സഖാക്കന്മാരാവുന്നത്, ധീര പോരാളികളാവുന്നത്. ഒരുപാട് പേര് ഇവിടെ ആദരിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം എൻ്റെ ചെറിയ പ്രായത്തിൽ, നിങ്ങളുടെയൊക്കെ പ്രായത്തില് 98-ല് അന്ന് BPL മൊബൈൽ കേരളത്തിൽ ഒരു അവാർഡ് അവർ പ്രഖ്യാപിച്ചു. മോസ്റ്റ് പ്രോമിസിംഗ് പ്രൊഫഷണൽ, അതായിരുന്നു അവാർഡ്. കേരളത്തിൽ നിന്ന് 5 പേരെ വിവിധ രംഗങ്ങളിൽ ഭാവിയുള്ള 5 ചെറുപ്പക്കാർക്ക് അവാർഡ് കൊടുത്തു. ഞാനിതിവിടെ ഓർക്കാനുള്ള ഒരു കാരണം, നമ്മുടെ ഇവിടുന്ന് ഇപ്പോ പോയ ക്യാബിനറ്റ് മിനിസ്റ്റർ, നമ്മുടെ കേന്ദ്രമന്ത്രി രാജീവ് സാറ് അന്ന് BPL-ന്റെ മാനേജിംഗ് ഡയറക്ടറായിരുന്നു. അന്ന് അദ്ദേഹത്തിന്റെ ഒരു വലിയ വിഷനായിരുന്നു യുവാക്കളുടെ ഭാവി, യുവത്വത്തിന്റെ ഭാവി. 5 വിജയികളിൽ ഒരാൾ ഞാനായിരുന്നു. അന്ന് എനിക്ക് BPL സ്നേഹപൂർവ്വം തന്ന അതേ മൊബൈൽ നമ്പർ തന്നെയാണ് എത്രയോ വർഷം, 10-25 വർഷങ്ങൾ കഴിഞ്ഞിട്ടും എൻ്റെ നമ്പർ. ഞാനത് മറന്നില്ല. ഞാനത് രാജുവേട്ടനോട് ഞാനത് പറയുകയും ചെയ്യും. അത് ഭയങ്കര ഒരു പാഷനാണ്. ചെറിയ പ്രായത്തിൽ നമ്മളെ ആദരിച്ചുകൊണ്ട് നമുക്ക് തന്ന ഒരു സമ്മാനം നമ്മുടെ ജീവിതത്തിൽ നമ്മളിത് കീപ്പ് ചെയ്യണം. തൊട്ടു മുമ്പ് പിതാവും ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ഉച്ചഭക്ഷണത്തിന്റെ സമയത്ത് ഒരു ചെറിയ ഒരു കാര്യം അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. നമ്മുടെ പിതാക്കന്മാരും അദ്ദേഹവും സംസാരിച്ച അതിൽ ഒരു ചെറിയ കാര്യം മാത്രം നിങ്ങളോട് ഞാൻ പറയുകയാണ്. എനിക്ക് നിങ്ങൾ അനുവദിക്കുന്ന സമയം എത്രയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും എൻ്റെ ഭാര്യയും മക്കളും കോഴിക്കോട് നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. വയനാട്ടിലേക്കുള്ള യാത്രയാണ്. ഏത് നിമിഷവും അവരിവിടെ വരും. ഞാൻ അവരുടെ കൂട്ടത്തിൽ കയറി വയനാട് പോവും. അപ്പോ ഞങ്ങളുടെ ന്യൂ ഇയർ എവിടെയാണ്? അവർ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ആ മെസ്സേജ് ഇതാണ്: നമ്മൾ ഒരു നിലയിലെത്താൻ നമ്മൾ ഒരുപാട് വില കൊടുക്കുന്നുണ്ട്. ഇന്ന് കേരള കത്തോലിക്ക സഭ, സീറോ മലബാർ സഭ ഇന്നൊരു അപമാനത്തിന്റെ വക്കിൽ എത്തി നിൽക്കുവാനുള്ള കാരണം ആ വലിയ നിലയിൽ നമുക്ക് പറ്റുന്ന ചെറിയൊരു അബദ്ധമാണ്, ചെറിയൊരു പിഴവാണ്. പണ്ടൊരു ഗുരു കുറെ ശിഷ്യന്മാരെയും കയറ്റി ഒരു മലയുടെ മുകളിലേക്ക് പോയി ഒരു വലിയ കല്ല് പാടുപിടിച്ച് ചെറിയ 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 അധ്വാനങ്ങളുള്ള ഒരുപാട് കൂലിക്കാരെ കൂട്ടി ആ കല്ല് മലയുടെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുപോയിട്ട് 1 സെക്കൻഡ് കൊണ്ട് അത് തള്ളി താഴെയിട്ടു. വീണ്ടും അത് ഉയർത്തിക്കൊണ്ടുവന്ന് മലയുടെ മുകളിലേക്ക് വന്ന് വീണ്ടും തള്ളി താഴെയിട്ടു. അപ്പൊ ഈ ശിഷ്യന്മാര് ഗുരുവിനോട് ചോദിച്ചു, ഗുരു എന്ത് ഭ്രാന്തായി കാണിക്കുന്നത്?
അപ്പൊ ഈ ഗുരു പറഞ്ഞു, ഇത് ഭ്രാന്തല്ല, ഇതാണ് സത്യം. വർഷങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് എത്രയോ പേരുടെ നിരന്തരമുള്ള പ്രാർത്ഥന കൊണ്ട് കെട്ടിപ്പടുത്തതാണ് ഈ കത്തോലിക്ക സഭ. പൈശാചികമായ പ്രേരണയാൽ കത്തോലിക്ക സഭയെ ആക്രമിക്കുന്ന ഓരോ നിമിഷവും ചെറുക്കപ്പെടേണ്ടതാണ്. നമുക്ക് മുമ്പേ ഇവിടെ നിന്ന് സംസാരിച്ച ആദരണീയനായ KCYM പ്രസിഡന്റ് വളരെ ധീരമായ ഭാഷയിൽ നിങ്ങളോട് പറഞ്ഞില്ലേ, കേരള കത്തോലിക്ക യുവത്വം ഉണരേണ്ട സമയമാണിത്. ആക്രമിക്കാനല്ല, അലമ്പുണ്ടാക്കാനല്ല, പ്രശ്നങ്ങൾ ഉണ്ടാക്കാനല്ല, പക്ഷേ പറയേണ്ടടുത്ത് പറയാനുള്ള ധീരത നമ്മുടെ ചെറുപ്പക്കാർക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് എന്ത് ചെയ്താലും ഒന്നും ചെയ്യാതെ നന്നായി പോയെന്ന് പറഞ്ഞ 5 സ്റ്റാറിന്റെ മോഡലിനെ പോലെ നമ്മളും ആയി പോകുന്നത്. നമ്മൾ ആരെയും തോപ്പിക്കാൻ വേണ്ടിയല്ല മക്കളെ, പക്ഷെ നമുക്കൊരു ശബ്ദമുണ്ട്, നമുക്കൊരു നേതാവുണ്ട്. പറഞ്ഞാൽ വാക്കു പാലിക്കുന്ന, സ്നേഹിച്ചാൽ ചങ്കു പറിച്ചു തന്ന അങ്ങനെ ഒരൊറ്റ നേതാവേ ഉള്ളൂ ഈ ഭൂമിയിൽ. അവന്റെ ശിഷ്യരാണ് നമ്മൾ. ചങ്കു പറിച്ചു കൊടുത്ത കത്തോലിക്കനായ നസ്രായനായ ക്രിസ്തുവിന്റെ പിൻഗാമികളായ നമുക്ക് നമ്മുടേതായ സമരമാർഗങ്ങളുണ്ട്. ശാന്തമായാണെങ്കിലും ആ സമരമാർഗങ്ങളിലേക്ക് നമ്മൾ കടന്നു വരണം. പക്ഷെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് ക്രിസ്തു ആയിരിക്കരുത്. കാരണം KCYM പോലുള്ള സംഘടനകളിലൂടെ പ്രവർത്തിച്ച് കത്തോലിക്ക സഭയെ അടുത്തറിഞ്ഞ് ക്രിസ്തുവിനെ ഉള്ളിൽ സ്വീകരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അവനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നടക്കേണ്ട വഴി മറ്റൊരു വഴിയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ ആരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു ചെറിയ വചനമുണ്ട്. 3 ജ്ഞാനികൾ ക്രിസ്തുവിനെ കണ്ടതിന് ശേഷം സ്വപ്നത്തിൽ അവർക്ക് മുന്നറിയിപ്പ് കിട്ടിയതനുസരിച്ച് അവർ മറ്റൊരു വഴിയിലൂടെ തിരികെ പോയി. മക്കളെ, ക്രിസ്തുവിനെ കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ച് നടക്കേണ്ടത് നമ്മൾ വന്ന വഴിയിലൂടെ അല്ല. ക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞാൽ, അവനെ ഉള്ളിന്റെ ഉള്ളിലേക്ക് സ്വീകരിച്ചു കഴിഞ്ഞാൽ നീയും ഞാനും നടക്കേണ്ടത് പുതിയൊരു വഴിയിലൂടെയാണ്. ടേക്ക് എ യു ടേൺ. നീ ആയിരിക്കുന്നത് നീ ആരായിക്കൊള്ളട്ടെ, പക്ഷെ നീ ഒരിക്കൽ ക്രിസ്തുവിനെ നീ അറിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ വഴികൾ പുതിയതായിരിക്കണം, നിന്റെ രീതികൾ പുതിയതായിരിക്കണം, നിന്റെ ചിന്തകൾ പുതിയതായിരിക്കണം. നീ കേൾക്കുന്നതും കാണുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം നിന്റെ ക്രിസ്തുവിന്റെ പ്രവർത്തനങ്ങളോട് ചേർന്നതായിരിക്കണം. അപ്പോ മാത്രമേ നീ യഥാർത്ഥ ഒരു KCYM ആകുകയുള്ളൂ. അതല്ലാതെ രാഷ്ട്രീയത്തിന്റെ പേരിൽ, ക്രിസ്തുവിനെ ആദർശത്തിന്റെ പേരിൽ ഉൾക്കൊള്ളുന്ന വിപ്ലവകാരിയായ ഒരു ക്രിസ്തുവിനെ ഉൾക്കൊള്ളുന്ന വിപ്ലവകാരികളായ ചെറുപ്പക്കാരെ അല്ല ഇന്ന് കത്തോലിക്ക സഭയ്ക്ക് ആവശ്യം. അവനെ ജീവിതത്തിൽ അങ്ങനെ തന്നെ പകർത്തി വെക്കുവാൻ കഴിവുള്ള, അവന്റെ പഞ്ചേന്ദ്രിയങ്ങളെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ പോലെ കൊണ്ടു നടക്കാൻ കേൾപ്പുള്ള KCYM ചെറുപ്പക്കാരെയാണ് ഇന്നത്തെ സമൂഹത്തിന് ആവശ്യം. ഈ കഴിഞ്ഞു പോയ ക്രിസ്മസ് രാത്രി നമ്മളെ ഓർമ്മിപ്പിക്കുന്നതും അത് തന്നെയാണ്. 3 കാര്യങ്ങളാണ് ക്രിസ്മസ് രാത്രിയെ കുറിച്ച്. ചെറിയ പ്രായത്തിൽ തന്നെ എന്റെ ചാച്ചന്റെ പെങ്ങൾ ഒരു കന്യാസ്ത്രീയുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കന്യാസ്ത്രീമാരെ. എന്റെ കന്യാസ്ത്രീ സിസ്റ്റർ ആന്റിയൊക്കെ വീട്ടിൽ വന്നാൽ പോകുന്ന സമയം വരെ ഞങ്ങൾ കഥകൾ പറഞ്ഞ് സിസ്റ്റർ ആന്റിയുടെ കൂടെയായിരിക്കും. ആ സിസ്റ്റർ ആന്റി പഠിപ്പിച്ചു തന്ന പല കാര്യങ്ങളും ഇന്ന് ജീവിതത്തിൽ ഞാൻ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊന്ന്, ക്രിസ്മസ് രാത്രിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒന്ന്, തണുപ്പ്, ഇരുട്ട്, ദുർഗന്ധം. ഇവിടെയല്ല, യഥാർത്ഥത്തിൽ ക്രിസ്തു ജനിച്ച കാലിത്തൊഴുത്തിൽ ദുർഗന്ധമായിരുന്നു, ഇരുട്ടായിരുന്നു, തണുപ്പായിരുന്നു. ഇന്ന് നിന്റെയും നിങ്ങളുടെയും എന്റെയും ഹൃദയത്തിലേക്കൊന്ന് വിരൽ ചൂണ്ടുക. പാപം മൂലം തണുപ്പ്, ആത്മാവ് നഷ്ടപ്പെട്ട തണുപ്പ്, പാപത്തിന്റെ ഇരുട്ട് നമ്മുടെ തന്നെ ആവർത്തിച്ച് എത്ര കുമ്പസാരം കഴിഞ്ഞാലും നാം വീണ്ടും വീണ്ടും വീണു പോകുന്ന നമ്മുടെ തന്നെ പാപത്തിന്റെ ദുർഗന്ധം വമിക്കുന്ന ഹൃദയം. ഇത് 3 അവസ്ഥയും കാലിത്തൊഴുത്തിന്റെ അതേ അവസ്ഥയാണ്. പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ നമ്മളൊന്ന് അനുവാദം കൊടുത്താൽ, പരിശുദ്ധ കന്യകാമറിയത്തിനും വിശുദ്ധ ഔസേപ്പിതാവിനും നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് പ്രവർത്തിക്കാൻ അനുവാദം കൊടുത്താൽ, നാം പോലും അറിയാതെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ണി പിറക്കും, ക്രിസ്തു പിറക്കും, ക്രിസ്തു ജനിച്ചിരിക്കും. കാരണം അവനെ നിഷേധിക്കുന്നവരുടെ ഇടയിലേക്കാണ് അവൻ വരുന്നത്. അവന്റെ മുമ്പിൽ സത്രത്തിന്റെ വാതിലുകൾ അടയുമ്പോഴാണ്
അവൻ സ്നേഹത്തോടെ പ്രതീക്ഷയോടെ നിന്റെയും എന്റെയും ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് നോക്കുന്നത്. അതുകൊണ്ടാണ് വെളിപാടിന്റെ പുസ്തകത്തിൽ മനോഹരമായി പറയുന്നത്, ഞാൻ വാതിലിൽ മുട്ടുന്നു, ആരെങ്കിലും വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവിടെ പ്രവേശിക്കും, ഞാൻ അവന്റെ ഒപ്പം ജീവിക്കും. കന്നുകാലിത്തൊഴുത്തിലെ ആ പുൽത്തൊഴുത്തിലെ കന്നുകാലികളുടെയെങ്കിലും മനോഭാവമെങ്കിലും നമുക്കുണ്ടാവണം. അതല്ലാതെ ക്രിസ്തുവിന്റെ ജനനം എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ ഒരിക്കലും സാധ്യമാവുകയില്ല. കാരണം ഈ ക്രിസ്തുവിനെ അനുഭവിക്കേണ്ടത് വിപ്ലവം പറഞ്ഞുകൊണ്ടല്ല, ഈ ക്രിസ്തുവിനെ അനുഭവിക്കേണ്ടത് അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണബോധത്തോടു കൂടിയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാന മധ്യേ ആർദ്രമായ ഒരു ഹൃദയം നമുക്കുണ്ടാകുവാൻ നമ്മൾ ദാഹിച്ചു പ്രാർത്ഥിക്കുന്നത്. ആ വിശുദ്ധ കുർബാനയുടെ വേദിയാണ് സമരത്തിന് വേദിയാകുന്നത്. അൾത്താരയിൽ കയറിയാൽ മുട്ടിടിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എനിക്ക്. അൾത്താര ബാലനായിട്ട് ജീവിച്ചിരുന്ന ചെറുപ്പകാലം. അന്ന് വികാരിച്ചിന്റെയും കൊച്ചച്ഛന്റെയും ശിക്ഷണത്തിൽ അൾത്താര ബാലനായിട്ട് നിൽക്കുമ്പോ അൾത്താര എന്ന് കേൾക്കുമ്പോഴേ പേടിയാ. കാരണം അത് ഭൂമിയിലെ സ്വർഗമാണ്. അത് സമരത്തിന് വേദിയാകുന്നത് എന്റെ ചിന്തയിൽ പോലും എനിക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല. ഒരു കത്തോലിക്കനും ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ഒരു വിശ്വാസിയും പൊറുക്കാത്ത ഒരു വലിയ തെറ്റാണിന്ന് നമ്മുടെ ആൾത്താരകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ശക്തമായി പ്രാർത്ഥിക്കുക. ഒരുപാട് അപ്പച്ചന്മാരുടെയും അമ്മച്ചിമാരുടെയും മുട്ടയിൽ നിന്നുള്ള പ്രാർത്ഥനയിൽ കരുപ്പിടിപ്പിച്ചതാണ് കത്തോലിക്ക സഭ. ഇവിടെയുള്ള അച്ഛന്മാരുടെയും കന്യാസ്ത്രീമാരുടെയും ഒക്കെ വീടുകളിലേക്ക് നിങ്ങളൊന്ന് കടന്നു ചെല്ലും മക്കളെ. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, ഒരുപാട് വൈദികരും കന്യാസ്ത്രീമാരും സുഹൃത്തുക്കളുണ്ട്. പക്ഷെ അവരുടെയൊക്കെ അപ്പച്ചന്മാരുടെയും അമ്മച്ചിയുടെയും മുട്ടയിൽ ഒരു കറുത്ത തഴമ്പുണ്ട്. പള്ളിയിലെ കുർബാന കഴിഞ്ഞാലും കൈ വിരിച്ചു പിടിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിരുന്ന ഒരു വലിയ തലമുറ നമുക്ക് മുന്നേ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ നേർ സാക്ഷ്യമാണ് അവരുടെയൊക്കെ ജീവിതത്തിന്റെ പുണ്യം കൊണ്ടാണ് ഇന്ന് വൈദികരും കന്യാസ്ത്രീമാരും നമ്മുടെ സഭയിൽ ആവോളമുള്ളത്. പക്ഷെ ഇന്ന് എന്റെയും നിന്റെയും മുമ്പിലെല്ലാം ചോദ്യചിഹ്നമായിരിക്കുന്നത് ഇനി ആര്? സഭയുടെ ഈ വിശുദ്ധീകരണത്തിലേക്ക് കടന്നു വരുവാൻ ഇനി നമുക്ക് വൈദികരും കന്യാസ്ത്രീമാരും ഉണ്ടാകണമെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നിന്നും പ്രാർത്ഥനകൾ ഉയരണം. മക്കളെ ദൈവത്തിന് സമർപ്പിച്ച് ദൈവിക തുല്യമായ ഒരു ജീവിതം എന്റെ മക്കൾക്ക് കിട്ടിയെന്ന സമാധാനത്തിൽ കണ്ണടച്ച അപ്പച്ചന്മാരെയും അമ്മച്ചിമാരെയും ഓർത്തുകൊണ്ട് മക്കളെ ഞാൻ ഒരൊറ്റ കാര്യം പറയുകയാണ്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, നിങ്ങളുടെ ഇടവും വലവും ഇരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ദിവസവും കുടുംബ പ്രാർത്ഥനയിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം നമ്മളെല്ലാം പ്രാർത്ഥനയാൽ സ്വരുക്കൂട്ടുന്ന, പ്രാർത്ഥനയാൽ നമുക്ക് ചുറ്റും കെട്ടുന്ന ഒരു ജെറീക്കോ കോട്ട നമ്മളെ സംരക്ഷിച്ചേ പറ്റൂ. ആ കോട്ടയിൽ വിള്ളലുണ്ടാകാതെ കാക്കേണ്ടത് KCYM-ന്റെ ഓരോ ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയുമാണ്. നമ്മളെ കാണുന്നവൻ ക്രിസ്തുവിനെ കാണണം. ഇന്ന് നമ്മുടെ ഞാനൊരു കാര്യം ഇടയ്ക്ക് ശ്രദ്ധിച്ചു, ഈ KCYM-ന്റെ നേതാക്കന്മാർക്കൊക്കെ സിജോ എന്നൊക്കെ പേര് ഇഷ്ടം പോലെ ഉണ്ടല്ലേ. സിജോ എനിക്ക് തോന്നുന്നു അടിസ്ഥാന യോഗ്യതയാണെന്ന് തോന്നുന്നു സിജോ എന്ന പേരും. അതും ഒരുപാട് പേര് വർഗീസിന്റെ മക്കളുമാണ്. എന്തായാലും സന്തോഷം. സ്വർഗത്തിലിരുന്ന് എൻ്റെ അപ്പന് വരെ സന്തോഷം ഉണ്ടാകുന്ന നിമിഷങ്ങളാണ്. ഇപ്പോൾ എന്നെ പറ്റി പറഞ്ഞപ്പോഴും പിതാക്കന്മാര് നമ്മളെ പറ്റിയൊക്കെ നല്ല കാര്യം പറയുമ്പോഴും ഒക്കെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തേങ്ങലാണ്. ഇതൊന്നും കാണാൻ നമ്മുടെ മാതാപിതാക്കന്മാര് ജീവിച്ചിരിപ്പില്ലല്ലോ എന്ന്. ഒരൊറ്റ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് താമരശ്ശേരിയിലെ യുവതികളെയും ഒരു വലിയ പുതുവത്സരത്തിന്റെ സന്ദേശം ഞാൻ തന്നുകൊണ്ട് ഞാൻ വിടവാങ്ങുകയാണ്. ഒരൊറ്റ കാര്യം മാത്രം, മക്കളെ, ജീവിച്ചിരിക്കുന്ന സമയത്ത് ഈ അപ്പച്ചനെയും അമ്മച്ചിയെയും കെട്ടിപ്പിടിച്ചില്ല എങ്കിൽ, അവരെ സ്നേഹിച്ചില്ല എങ്കിൽ, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചില്ല എങ്കിൽ പിന്നെ എന്ത് ജീവിതമാണ് മക്കളെ? നാളെ ഒരിക്കൽ അവർ മരിച്ച് നമ്മുടെ മുമ്പിൽ ശവപ്പെട്ടിയിലായിരിക്കുമ്പോൾ അവരെ കയറി ചെന്ന് കെട്ടിപ്പിടിച്ച് ആ നെറ്റിയിൽ കവിളത്തൊരു ഉമ്മ കൊടുക്കുന്നതല്ല നമ്മുടെ യഥാർത്ഥ ജീവിതം. നമുക്ക് വേണ്ടി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് നമ്മളെ ഒരു നിലയിലാക്കിയ നമ്മുടെ മാതാപിതാക്കന്മാരുടെ സ്നേഹത്തിലും വാത്സല്യത്തിലും ജീവിക്കുന്ന ഒരു നല്ല തലമുറയായി കടന്നു വരിക. പകലം വീണ്ടും സന്ധിക്കും വരെ വണക്കം. ഇനിയെല്ലാം പുതിയ തമിഴ് സിനിമകളൊക്കെയാണ് വരുന്നത്. ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാ, നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു നന്മ നിറഞ്ഞ മറിയുമെങ്കിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അജിത്തിന്റെ കൂടെ, അജിത്തിന് ഇഷ്ടമല്ലേ തമിഴിൽ? ഇപ്പൊ ഞാൻ നമ്മുടെ ജനുവരി 14 തീയതി തുനിവിറങ്ങുകയാണ്. അജിത്തിന്റെ തല, അജിത്തിന്റെ തുനിവിൽ ഞാനും ഉണ്ട്. തിയേറ്ററിൽ പോയി കാണുക, വീട്ടിലിരുന്ന് കാണണ്ട.
തിയേറ്ററിൽ ഇരുന്ന് കാണുക, കള്ള CD കാണരുത്. ഒരു കാര്യം പറഞ്ഞേക്കാം, കള്ള CD കാണുന്നവനൊക്കെ നരകത്തിൽ പോകട്ടോ. കാരണം ഒരുപാട് പേരുടെ അധ്വാനം, ഒരുപാട് പേരുടെ വർഷങ്ങൾ നീണ്ട കഠിനാധ്വാനത്തിന്റെ റിസൾട്ടായിട്ടാണ് ഒരു സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നത്. ആ സിനിമ എൻ്റെ മക്കളെ കയ്യിരിക്കണ പൈസ കൊടുത്ത് തിയേറ്ററിൽ പോയി കണ്ട് ആ സിനിമ വിജയിപ്പിക്കുക. പക്ഷെ നിങ്ങളോടൊരു പരിഭവം എനിക്കുണ്ട്. ഞാൻ എല്ലായിടത്തും എല്ലാ യുവാക്കളോടും എന്നും പറഞ്ഞിട്ടുള്ള പരിഭവം, ആ ജെയിംസ് ആൻഡ് ആലീസ് എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ പോയി കണ്ടവരാരെങ്കിലും ഒന്ന് കൈവയ്ക്കുക. 5, 8, 10 പേര്. പിന്നെ എങ്ങനെയാ മക്കളെ ഈ നാട്ടിൽ നല്ല സിനിമകൾ ഉണ്ടാവുന്നത്? ചേട്ടൻ മനോഹരമായിട്ട് പത്രോസ് ലീഹയുടെ റോളൊക്കെ അവതരിപ്പിച്ചിട്ട് നിങ്ങളൊക്കെ കണ്ടത് കള്ള CD-യിലാണോ? തിയേറ്ററിൽ പോയി കണ്ടോ? നുണ പറയരുത്, നുണ പറഞ്ഞാലും നരകത്തിൽ പോകും. അപ്പൊ ഒരുപാട് സന്തോഷം നിങ്ങൾ തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന നല്ല തലമുറയാകുക. പിന്നെ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ റോൾ മോഡൽ ഒരൊറ്റ ആളേ ഉള്ളൂ, അത് ക്രിസ്തുവാണ്. ആ ക്രിസ്തുവായിരിക്കട്ടെ ജീവിത ലഹരി. മറ്റൊരു ലഹരിക്കും പോയി പിടികൊടുക്കുവാതെ ജീവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. കാരണം അത് അന്തസ്സോടുകൂടി പറയാം, ഞാൻ എൻ്റെ മരണം വരെ ഇതുവരെ ലഹരി ഉപയോഗിച്ചിട്ടില്ല. ഇനി എൻ്റെ മരണം വരെ ഞാൻ ലഹരി ഉപയോഗിക്കില്ല. അതൊരു സത്യമാണ്. 15 വർഷം മുമ്പ് അവസാനത്തെ തുള്ളി ബിയറും കൂടെ കുടിച്ചിട്ട് ഒരു പ്രതിജ്ഞ എടുത്തു, ഇനി മരണം വരെ മദ്യപാനം ഇല്ല. 15 വർഷമായിട്ട് അത് കാത്തു പരിപാലിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ മെറിറ്റ് അല്ല. എന്നെ സ്നേഹിക്കുന്ന, ഞാൻ വാക്കുകൊടുത്ത ആ പൊന്നു തമ്പുരാന് എന്നോടുള്ള ഒരു കരുണ, അതുള്ളിടത്തോളം കാലം എൻ്റെ വാക്കു പാലിക്കാൻ എനിക്ക് സാധിക്കും. താമരശ്ശേരിയിലെ എല്ലാ യുവാക്കൾക്കും യുവതികൾക്കും, താമരശ്ശേരിയിലെ ഇവരെ നയിക്കുന്ന എല്ലാ അച്ഛന്മാർക്കും കന്യാസ്ത്രീമാർക്കും നേതാക്കന്മാർക്കും എല്ലാം പുതുവത്സരത്തിന്റെ വലിയ ആശംസകൾ. നിങ്ങളിൽ നിന്ന് ശക്തരായ നേതാക്കന്മാർ ഉണർന്നെഴുന്നേൽക്കണം. ഇപ്പോൾ നമ്മളിവിടെ എല്ലാവരും ഒരുപാട് പറയുന്ന അജിനോറ ഇന്ന് എഡ്യൂക്കേഷന്റെ ഏറ്റവും വലിയ ബ്രാൻഡായി മാറിയിരിക്കുകയാണ്. മഞ്ജു വാര്യർ ബ്രാൻഡ് അംബാസിഡർ ആവുന്ന അജിനോറ, അതിന്റെ സാരഥികൾ അജിയും അജോയും നോർവിനും ഒക്കെ KCYM പ്രവർത്തകരായിരുന്നു, നേതാക്കന്മാരായിരുന്നു. അതാദ്യം ഒരുപാട് സ്നേഹത്തോടു കൂടി ഞാൻ ഓർക്കുകയാണ്. അജോയൊക്കെ പാലാ രൂപതയിൽ നിന്നും, അജോ പാലാ രൂപതയിൽ നിന്നും, അജി മാത്യു താമരശ്ശേരി രൂപതയിൽ നിന്നുമൊക്കെയുള്ള KCYM-ന്റെ പ്രവർത്തകരായിരുന്നു. അപ്പോൾ നിങ്ങളിൽ നിന്നും ശക്തരായ നല്ല ക്രിസ്ത്യൻ ബിസിനസ്സുകാരും രാഷ്ട്രീയക്കാരും സിനിമാക്കാരും എല്ലാം ഉണ്ടാവട്ടെ. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ജപമാല പ്രാർത്ഥന മുടക്കരുത്. പിന്നീട് ഒരിക്കൽ നിങ്ങളുടെ അടുത്ത് വീണ്ടും സംവദിക്കാനായി ഞാൻ വരാം. താങ്ക് യു വെരി മച്ച്. എന്നെ ഇന്ന് ഇവിടെ വിളിച്ച എല്ലാവർക്കും നന്ദി. താങ്ക് യു വെരി മച്ച്.